അമേരിക്കൻ സൈന്യത്തോട് നേരിട്ട് കരയുദ്ധത്തിന് ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് സൈനിക വക്താക്കൾ ഇതിനോടകം തന്നെ അമേരിക്കയ്ക്ക് വാണിംഗ് നൽകിയിട്ടുള്ളത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകളും പ്രസ്താവനകളൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ സാഹചര്യം അല്പം സങ്കീർണവും ഉത്കണ്ഠ നിറഞ്ഞതുമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക. ഇതിനോടകം തന്നെ ഇറാനോട് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ IRGC ഒരു കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവര് പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ കരയുദ്ധത്തിന് റെഡിയാണ്, നിങ്ങൾ വന്നോളൂ, രാജ്യത്തിന്റെ ഓരോ അതിർത്തിയും ഓരോ ഭൂമിയും യുദ്ധത്തിന് തയ്യാറാണെന്നും രാജ്യത്തിന്റെ ഓരോ മേഖലയും ഓരോ ഇഞ്ച് മണ്ണും സംരക്ഷിതമാണെന്നും ഏതെങ്കിലും രീതിയിലുള്ള സൈനിക വെല്ലുവിളികളെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും എന്നുമാണ് IRGC ഇതിനോടകം തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് അവരുടെ ചില കമാൻഡർമാർ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, അമേരിക്കൻ സൈന്യത്തോട് നേരിട്ട് കരയുദ്ധത്തിന് ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് സൈനിക വക്താക്കൾ ഇതിനോടകം തന്നെ അമേരിക്കയ്ക്ക് വാണിംഗ് നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ അമേരിക്കയിൽ നിന്ന് പല കപ്പലുകളും ഇതിനോടകം തന്നെ ഇറാനെ ലക്ഷ്യമാക്കി, ഇറാന്റെ കരയുദ്ധത്തിന് ലക്ഷ്യമാക്കി, കാർഗ് ദ്വീപിനെ ലക്ഷ്യമാക്കി ഇതിനോടകം തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതേസമയം അറബിക്കടലിൽ നങ്കൂരമിട്ടിരുന്ന അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന സൈനിക കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥന് മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇറാന്റെ കടുത്ത രീതിയിലുള്ള ആക്രമണം ആ സൈനികരെയും മറ്റു സൈനികരെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് IRGC പറയുന്നത്. എന്നാൽ അമേരിക്കൻ വെർഷൻ അമേരിക്ക ഇതിനെപ്പറ്റി പറയുന്നത് അത്ര വലിയ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന്, അതായത് ഈ പരിക്ക് പറ്റി എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയത് ഇറാന്റെ ആക്രമണത്തിലല്ലെന്നും അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി തൃപ്തിയാണ് ഉള്ളത് എന്നും അമേരിക്ക ഇതിനോടകം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് പൊതുവെ നമുക്കറിയാം, അമേരിക്ക ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു യുദ്ധം ഉണ്ടായപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം IRGCയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കപ്പലുകൾക്ക് നേരെ ഉണ്ടായാൽ പോലും അവരത് ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലെ ഓരോ പ്രസ്താവനകളെ കൊണ്ട് തന്നെയാണ് അത്തരം പ്രതിസന്ധികളെ അവർ പതിവായി മറികടക്കാറുള്ളത് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും ഇത്തരം സംഭവങ്ങളൊക്കെ ആ മേഖലയിലെ സൈനിക വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. മറ്റൊരു വിവരം വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. നയതന്ത്ര രംഗത്ത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങള്, പാകിസ്ഥാൻ പറയുന്നത് ഇറാൻ അമേരിക്ക ബന്ധത്തിനിടയിൽ കാര്യമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ആ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് തങ്ങളാണെന്നുമാണ് പാകിസ്ഥാൻ. എത്തരത്തിലാണ് ഈ ചർച്ച എന്ന് വെച്ചാൽ, അമേരിക്ക ഒരു ഡിമാൻഡ് പാകിസ്ഥാൻ അറിയിക്കും, അവർ ആ ഡിമാൻഡ് ഇറാൻ അറിയിക്കും, അപ്പോൾ ഇറാനിൽ നിന്നുള്ള ഒരു പ്രതികരണം അവർ പാകിസ്ഥാൻ അറിയിക്കും, അവർ ആ പ്രതികരണം അമേരിക്കയെ അറിയിക്കും. ഇത്തരത്തിലൊരു ചർച്ചയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ എത്തരത്തിലാണ് വിട്ടുവീഴ്ച വേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ടോക്ക് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നടത്താൻ താല്പര്യമുണ്ട്, അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഇക്കാര്യത്തിലൊക്കെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മോട് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തോട് വിവരങ്ങൾ പറയുന്നത് പാകിസ്ഥാനാണ്. അതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നത് യമനിൽ നിന്നാണ്. യമനിലെ ഹൂതി റിബൽസ് ഒരു അസാധാരണമായിട്ടുള്ള തയ്യാറെടുപ്പ്, സൈനിക നടപടിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്നാണ്
ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു വരും. അതായത് GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള അപകടം പിടിച്ച ഒരു നീക്കം അത് ഹൂതി റിബൽസിനെ ശക്തമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. GCC രാജ്യങ്ങൾ ഇപ്പോൾ പാലിക്കുന്ന മൗനം അത് ഇറാനെ ഭയന്നിട്ട് മാത്രമല്ല ഹൂതികളെ കൂടി ഭയന്നിട്ടാണുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അവർ ഈ രീതിയിൽ തയ്യാറെടുക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു. കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ ചില വീഡിയോകളും അവർ പങ്കുവച്ചിട്ടുണ്ട്. אני בשוק. וואו, אני בשוק. ഇതോടെ വിവിധ രീതിയിലുള്ള സൈനിക മുന്നേറ്റങ്ങളും പ്രോക്സി ഗ്രൂപ്പുകളുടെ മുന്നേറ്റങ്ങളുമാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. മറ്റൊരു വിവരം വരുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറഞ്ഞത് മേഖലയിലെ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണം ഇസ്രയേൽ ആണ് എന്നാണ്. നമുക്കെല്ലാം അറിയുന്ന കാര്യവുമാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന ഒരു മേഖലയിൽ ഇത്തരത്തിൽ സിറ്റുവേഷൻ വഷളാക്കുന്ന രീതിയിൽ ആവാൻ കാരണം ഇസ്രായേലിന്റെ അന്നത്തെ നടപടിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തർക്കമില്ല. ഏതായാലും ഇത്തരം നീക്കങ്ങളൊക്കെ മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്നും ഈ സംഘർഷം ലെബനോണിലേക്ക് നീളാനുള്ള സാധ്യതയും ലെബനോണിൽ ഏതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റത്തിനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മെസൂദ് പെസസ്കിയാന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം നിർവചനങ്ങൾക്കും അപ്പുറമാണെന്നും എല്ലാ മേഖലയിലും റഷ്യയുടെ സഹായം തങ്ങൾക്ക് ഉണ്ട് എന്നും വ്യാപാര മേഖലയിലും എണ്ണ മേഖലയുമായുള്ള പരസ്പര സഹായങ്ങൾ ഇനിയും കൂട്ടി ഉറപ്പിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ പ്രത്യേക സമയത്ത് ഇറാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ വിവിധ അഭിപ്രായങ്ങൾ ലോകത്ത് നിന്നുള്ള പല ഭാഗത്തു നിന്ന് റൂമേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള സഹകരണം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ നിർവചിക്കുന്നതാണ് എന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. മറ്റൊരു വിവരം വരുന്നത് IDF നിന്നാണ്. അതായത് ഇസ്രായേലിന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ IDF നിന്ന് ഒരു വിവരം വരുന്നത് എന്താണെന്ന് വെച്ചാൽ സൈനികർക്ക് കനത്ത സമ്മർദ്ദമാണെന്നും റിസർവ് സൈനികർ ഏറെ ക്ഷീണിതരാണെന്നും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചില വെല്ലുവിളികൾ സൈനികർ നേരിടുന്നുണ്ട് എന്നും ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകളാണ് IDF ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. ഏത് തരത്തിലാണ് ഇത് ബാധിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഏത് തരത്തിലാണ് സൈനികരെ ഇത്തരം കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും IDF നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നതാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാറ്റോ തങ്ങളെ നിർണായകമായ ഒരു സമയത്ത് സഹായിച്ചില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നാറ്റോയ്ക്ക് ഞങ്ങളുടെ സഹായം ഉണ്ടാകില്ല എന്നും ഇറാനെതിരെയുള്ള നടപടികൾക്ക് ശേഷം ശക്തമായ ഒരു നടപടി ഞങ്ങൾ നാറ്റോക്കെതിരെ സ്വീകരിക്കുന്നുണ്ടെന്നും ആ സമയത്ത് തങ്ങളോട് യാതൊരു രീതിയിലുള്ള റിക്വസ്റ്റുമായി വന്നേക്കരുതുമെന്നുള്ള ശക്തമായിട്ടുള്ള ഭീഷണിയും മുന്നറിയിപ്പുമാണ് ഇതിനോടകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യത്തിന് നൽകിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഗ്രീൻലാൻഡിന്റെ വിഷയം ഉണ്ടല്ലോ, ഈ വിഷയത്തെ ഊന്നിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. Nobody's a match for the United States, but they're not a match for the United States. It's small potatoes. That's why I'm so disappointed in NATO, because this was a test for NATO. This was a test. You can help us. You don't have to. But if you don't have, if you don't do that, we're going to remember. Just remember this in a number of months from now. Remember my statements. They have an expression, a great expression. Never forget. You can never forget. അദ്ദേഹം പച്ചക്ക് പറഞ്ഞിരിക്കുന്നത് ഇറാനെതിരെയുള്ള നടപടി കഴിഞ്ഞാൽ തങ്ങൾ ഗ്രീൻലാൻഡിലേക്കുള്ള അധിനിവേശം ആരംഭിക്കുമെന്നും ആ സമയത്ത് കരഞ്ഞോണ്ട് വരരുത് എന്നുമാണ് അദ്ദേഹം പച്ചക്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിലെ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം അതിസങ്കീർണമാണ്. എത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനോടകം പറയുന്നത് ഒരു കരയുദ്ധം എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുമെന്നാണ്. എത്തരത്തിലാണ് ആ കരയുദ്ധം വ്യാപിക്കുക എന്നും എത്തരത്തിലാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ വലിയ ആശങ്കകളുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന ഓരോ ചെറിയ കാര്യവും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയും ഏറെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിലവിലെ ഗ്യാസിന്റെ ഷോർട്ടേജും പെട്രോളിന്റെ ഷോർട്ടേജും ഒക്കെ ഈ വിഷയം തന്നെയാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. മൊറോക്കോയിലെ ചില മേഖലകളിൽ അവിടുത്തെ ഔദ്യോഗിക സൈനികം പുനരുദ്ധാരണം എന്ന പേരിൽ പല ബിൽഡിങ്ങുകളും
ഇടിച്ചു നിരത്തുകയാണെന്നും ഇടിച്ചു നിരത്തിയ പല ഭാഗങ്ങളും സർക്കാർ ഇതിനോടകം തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ജൂതന്മാർക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനെ തുടർന്ന് മൊറോക്കോയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊറോക്കോയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇത്തരം നടപടികൾക്കെതിരെ കടുത്ത രീതിയിൽ പ്രതിഷേധവുമായി സൈന്യത്തിന് നേരെ വന്നിട്ടുണ്ട്. എത്തരത്തിലാണ് ഇത് വ്യാപിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മൊറോക്കോയിലെ ജൂതന്മാർ എന്ന് പറയുന്നത് അവർ ഇസ്രായേൽ പൗരത്വമുള്ള ആളുകൾ കൂടിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നടപടി സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുള്ള വാദം. എന്തായാലും ലോകം വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്നൊക്കെ മാറട്ടെ എന്ന് ഏതൊരു സാധാരണക്കാർ പോലെ നമുക്കും അറിയിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.